നമ്മൾ കുറച്ചു കാലം ഇവിടെ അധ്വാനിച്ചാൽ ഇൻഷാ അല്ലാഹ് മരണമില്ലാത്ത ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ നഫ്സു ഇത്അബി ഖലീലൻ, നഫ്സനി കുറച്ച് സമയം ക്ഷീണിക്കുക, കുറച്ച് സമയം നമ്മൾ അധ്വാനിക്കുക, എങ്കിൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, നാളെ പരലോകത്ത് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്ക്, ഈ കൂട്ടത്തിലിരിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ ആയുസ് അല്ലേ എത്ര വലിയ സത്യമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളൊക്കെ അത് ചിന്തിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആണ് വിഷയം. നമ്മൾ ചിലപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കും മരിക്കുക, ചിലപ്പോൾ നാളെ രാവിലെ, ചിലപ്പോൾ നമുക്കിന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ പറ്റില്ല. ചില ആളുകൾ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് പോലെ ഞാൻ ഇന്ന് ഈ സൗബിൻ്റെ ബട്ടൺസ് ഇട്ട് ഞാനത് അയച്ചോളുന്നില്ല. അത്രേ ഉള്ളൂ നമ്മളെ അവസ്ഥ. കുറച്ച് സമയം അത് വളരെ നല്ല രൂപത്തിൽ അല്ലേ ഇഖ്ലാസോടുകൂടി ഏറ്റവും ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്ത് ഏത് സമയത്ത് മരണം വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നിരന്തരം തൗബ ചെയ്ത് അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്നാൽ കുറച്ച് കാലം, എത്ര മാക്സിമം പോയാൽ ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര വയസ്സായി? അമാർ ഉമ്മത്തി മബൈന സിത്തീന വസബഈൻ, 60-70 ഇടയിലാണ് ഒരു ശരാശരി. അവിടേക്ക് എത്ര ഉണ്ട്? കുറച്ചേ ഉണ്ടാവുള്ളൂ. പകുതി നമ്മൾ പിന്നിട്ടു, പലരും പകുതി പിന്നിട്ടു, അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കുറഞ്ഞ സമയം ബുദ്ധിപൂർവ്വം നമ്മൾ അമലൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിച്ചാൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, അൽ ഫിർദൗസുൽ അലയിൽ സ്വർഗത്തിൽ മരണമില്ലാത്ത കാലം റെസ്റ്റ് എടുക്കാം, ആശ്വസിച്ച് നല്ല സമാധാനത്തിൽ ജീവിക്കാം. ഇത് വളരെ സത്യമാണ്. അല്ലാഹു തആല ഈ രൂപത്തിൽ ചിന്തിച്ച് എല്ലാ സമയത്തും ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കും. ഈ ചിന്ത, ഈ ഒരു കണക്ഷൻ എപ്പോഴാണ് വിട്ടുപോകണം, അതിനനുസരിച്ചാണ് നമ്മൾ തിന്മയിലേക്ക് പോകുന്നതും നന്മയിൽ നിന്ന് അകലുന്നതും. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഈ ഒരു ചിന്തയോട്, നമ്മുടെ ഏറ്റവും വലിയ ചിന്ത പരലോകമാകണം. ആ ഒരു പരലോക ചിന്തയിൽ ജീവിക്കാൻ എന്ത് ചെയ്യുമ്പോഴും പരലോകത്ത് എനിക്ക് എന്ത് കിട്ടും, പരലോകത്ത് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, ഇത് ചിന്തിച്ചും ആലോചിച്ചും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.